തണ്ണിമത്തൻ കഴിച്ചതിന് പിന്നാലെ 4 അംഗ കുടുംബം മരണപ്പെട്ട സംഭവം ഏറെ ഞെട്ടലോടെയാണ് നമ്മളൊക്കെ കേട്ടത്. എന്നാൽ മരണകാരണം അതല്ല എന്നാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൂടി പുറത്തുവരുന്നത്. മധുരയിലെ വൃന്ദാവനിൽ ഒരു യുവതിയെയും യുവാവിനെയും സംശയാസ്പദമായ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. എന്താകും അവരുടെ മരണത്തിന് പിന്നിലെ കാരണം? ഹരിയാനയിൽ ഒരു സ്ത്രീയുടെ മരണത്തിന് പിന്നിൽ അവരുടെ ഭർത്താവ് തന്നെയാണോ എന്ന സംശയം ഇപ്പോൾ ബാക്കിയാവുകയാണ്. വിശദമായി നോക്കാം. സ്വാഗതം നിഗൂഢതകളുടെ 20-ാം മണിക്കൂറിലേക്ക്. മുംബൈയിൽ തണ്ണിമത്തൻ കഴിച്ചതിന് പിന്നാലെ 4 അംഗ കുടുംബം മരണപ്പെട്ടു എന്ന വാർത്ത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മളെയൊക്കെ ഞെട്ടിച്ചതാണ്. എന്നാൽ ആ കുടുംബത്തിന്റെ മരണകാരണം തണ്ണിമത്തൻ കഴിച്ചല്ല എന്നുള്ളതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് ഇപ്പോൾ വ്യക്തമാകുന്നത്. പിന്നെന്താകും അവരുടെ മരണത്തിന് പിന്നിൽ? നമുക്ക് നോക്കാം. മുംബൈയിലെ പൈഡൌണിയിൽ തണ്ണിമത്തൻ കഴിച്ച് സംശയാസ്പദമായ സാഹചര്യത്തിൽ കുടുംബം മരിച്ച സംഭവത്തിൽ പുതിയ കണ്ടെത്തൽ വന്നിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് ശേഖരിച്ച ഭക്ഷണ പദാർത്ഥങ്ങളിൽ മഹാരാഷ്ട്ര ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ നടത്തിയ പരിശോധനയിൽ ഭക്ഷണ സാധനങ്ങളിൽ ഒന്നും തന്നെ വിഷാംശം കണ്ടെത്താൻ അന്ന് സാധിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പുറത്തുവന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പോലീസിനെ കുഴപ്പിക്കുകയാണ്. റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത് തണ്ണിമത്തൻ അല്ല കുടുംബത്തിന്റെ മരണ കാരണമെന്നാണ്. ശരീരത്തിൽ വേദന സംഹാരിയായ മരുന്നായ മോർഫിന്റെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ അവരുടെ ആന്തരിക അവയവങ്ങളൊക്കെ തന്നെ പച്ച നിറത്തിലേക്ക് മാറുകയും ചെയ്തിരുന്നു. അതായത് മരണപ്പെട്ട എല്ലാവർക്കും ഉള്ളിലേക്ക് എന്തോ വിഷാംശമുള്ള വസ്തു എത്തിയിരിക്കുന്നു എന്ന കാര്യം ഉറപ്പാണ്. കലീന ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലെ ഫോറൻസിക് വിദഗ്ധർ ആന്തരിക അവയവങ്ങളുടെ സാമ്പിളുകളിൽ തിരിച്ചറിയാൻ കഴിയാത്ത രാസവസ്തുക്കളുടെ കണികകൾ കണ്ടെത്തിയതായും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ അവർക്കുള്ളിലേക്ക് എത്തി? ആന്തരിക അവയവങ്ങൾ പച്ച നിറത്തിലാക്കിയ രാസവസ്തു എന്താകും? കുടുംബത്തിന്റെ മരണം ഒരു കൊലപാതകമാണോ? ആണെങ്കിൽ തന്നെ അതാര്? എന്തിനു വേണ്ടി പോലീസിന് ഇതൊക്കെ കണ്ടെത്താനുള്ളത്? നിരവധി ചോദ്യങ്ങളാണ്. ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുമാണ്. സാധ്യമായ എല്ലാ തെളിവുകളും ശേഖരിച്ച് വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ മുംബൈ പോലീസ് നടത്തുന്നത്. കുടുംബവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ക്രമക്കേടുകൾ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലുമായും എന്തെങ്കിലും തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടോ എന്നതടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ്. ഡിജിറ്റൽ രേഖകളും കോൾ ഡാറ്റയും അടക്കം പരിശോധിച്ചെങ്കിലും അതിൽ നിന്നൊന്നും നിർണായകമായ സൂചനകളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. ഞായറാഴ്ച ഛർദിയെ തുടർന്നാണ് കുടുംബത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ഇവർ നേരത്തെ ബിരിയാണിയും അതിനുശേഷം തണ്ണിമത്തനും കഴിച്ചെന്നായിരുന്നു ആദ്യം ലഭിച്ച വിവരം. എന്നാൽ സാധാരണയായി ഭക്ഷ്യവിഷബാധയുണ്ടായാൽ കാണുന്ന ലക്ഷണങ്ങളായിരുന്നില്ല ഇവരിൽ കണ്ടതെന്ന് ഡോക്ടർമാർ അന്ന് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഭക്ഷ്യവിഷബാധയായിരുന്നെങ്കിൽ ഇത്ര വേഗത്തിൽ സ്ഥിതി ഗുരുതരമാകുമായിരുന്നില്ല. സ്ഥിതി വഷളായ വേഗത, ഗുരുതരാവസ്ഥ, ഒരേ കുടുംബത്തിലെ ഒന്നിലധികം പേരെ ഇത് ബാധിച്ചു എന്നതൊക്കെ കണക്കിലെടുക്കുമ്പോൾ അത് സാധാരണ ഭക്ഷ്യവിഷബാധയാകാൻ സാധ്യതയില്ലെന്നായിരുന്നു അന്ന് ഡോക്ടർമാർ പറഞ്ഞത്. ഹരിയാനയിൽ ഒരു സ്ത്രീയെ സംശയാസ്പദമായ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. കുടുംബം ഉന്നയിക്കുന്ന പ്രധാന സംശയം എന്തെന്നാൽ ഈ കൊലപാതകത്തിന് പിന്നിൽ അവരുടെ ഭർത്താവാണെന്നതാണ്. ഹരിയാനയിലെ ഹിസാറിൽ ഇന്നലെ വൈകുന്നേരമാണ് 36 വയസ്സുള്ള ഒരു സ്ത്രീയെ സംശയാസ്പദമായ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്.
ഭർത്താവിനും മക്കൾക്കുമൊപ്പം സെക്ടർ 13-ൽ താമസിച്ചിരുന്ന സോണിയ എന്ന യുവതിയാണ് കൊല്ലപ്പെട്ടതെന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. എന്നാൽ കൊലപാതകത്തെപ്പറ്റി പോലീസിന് ഇതുവരെ ഒരു തുമ്പും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. സ്ത്രീയുടെ ശരീരത്തിൽ പരുക്കുകളും ഡെഡ് ബോഡി കണ്ടെടുത്തു നിന്നും രക്തവും മാരകായുധങ്ങളും കണ്ടെത്തിയതുകൊണ്ട് തന്നെ ഇതൊരു കൊലപാതകമാണെന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. यंग लेडीज है जिसका नाम सोनिया था और ये तो एसएचओ को सूचना उपरांत एसएचओ आया, सीन ऑफ क्राइम टीम मौके पे ही मेरे को सूचना मिली है, मैं भी मौके पे आया हूँ और सैंपल वगैरह ले लिए गए हैं और अब बयान लिख के आगे कार्रवाई कर रहे हैं। नहीं, वो एक बार पोस्टमार्टम करने के बाद में किस चोट से किस इंजरी से जो भी लगी हुई है वो डॉक्टर मेंशन करेंगे, उसके बाद ही बताया जाएगा पूरी। नहीं, शुरुआती जांच में तो चोट लगी हुई है, इसके चोट लगी है वो उसके बाद अब मौके से कौन से हथियार बरामद हुआ सर? अब कोई हथियार वगैरह नहीं है, प्रेस वगैरह है, वो चीज़ है, बाकी ब्लड वगैरह किसी चीज़ पे लगे हैं वो है। बाकी हमने सीन ऑफ क्राइम टीम ने सैंपल ले लिए हैं, बाकी अब पोस्टमार्टम करवाएंगे, डॉक्टर और सैंपल लेंगे, वो आपको बता देंगे। इन्वेस्टिगेशन ऐसे तो कुछ कर रहे हैं। എന്നാൽ മരണപ്പെട്ട സോണിയുടെ ബന്ധുക്കൾ പ്രധാനമായും സംശയിക്കുന്നത് സോണിയുടെ ഭർത്താവിന് മേൽ തന്നെയാണ്. പലപ്പോഴായി ഭർത്താവ് സൗരഭ് സോണിയുമായി വഴക്കുണ്ടാക്കാറുണ്ടായിരുന്നു. ഇതാണ് വീട്ടുകാരുടെ വെളിപ്പെടുത്തൽ. കഴിഞ്ഞ തവണ ഇത്തരം ഒരു പ്രശ്നമുണ്ടായപ്പോൾ ഭർത്താവ് അവളെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുകയും നാട്ടുകാരെത്തി രക്ഷിക്കുകയുമായിരുന്നെന്ന് സോണിയുടെ ഒരു ബന്ധു മാധ്യമങ്ങളോട് പറഞ്ഞു. पहले भी लड़ाई झगड़े हुए थे, लेकिन वही पंचायत में बैठ के फैसला हो जाता, माफी मांग लेते तो उसमें ये हो जाता था। और पिछले बारी भी इसने आज से 2-3 दिन पहले गुड़िया का गला दबा दिया था। रात के कोई 10 बजे के टाइम था, उसकी बेटिया ने बचाया। वो बेटिया बाहर निकल के आई, उसने बाहर आके शोर मचाया तो कोई बाहर जा रहा था बंदा, उसने जाके अंदर उसको थप्पड़ मारे और उसको छुड़वाया था। फिर पुलिस केस भी हुआ। ഇതാണ് ബന്ധു മാധ്യമങ്ങൾക്ക് നൽകിയ വിശദീകരണം. നിലവിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചിരിക്കുകയാണ്. ആ റിപ്പോർട്ട് പുറത്തു വരുന്നതോടെ മരണകാരണം എന്തെന്നതിൽ വ്യക്തത ലഭിക്കും. കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് പോലീസും ഫോറൻസിക് വിഭാഗവും സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഭർത്താവുമായി മരണം നടന്ന ദിവസം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്നതൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇനി കുടുംബത്തിന്റെ സംശയം ശരിയല്ലെങ്കിൽ ആ കൊലപാതകത്തിന് പിന്നിൽ ആരായിരിക്കുമെന്നത് മരണത്തിന് പിന്നിലെ സംശയങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അന്വേഷണം കൂടുതൽ സങ്കീർണമാവുകയും ചെയ്യും. കൊലപാതകത്തിൽ വൈകാതെ തന്നെ കുറ്റവാളിയെ കണ്ടെത്താൻ പോലീസിന് സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മധുരയിലെ വൃന്ദാവനിൽ ഒരു യുവതിയെയും യുവാവിനെയും സംശയാസ്പദമായ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. യുവതി വർഷങ്ങളായി താമസിക്കുന്ന ഫ്ളാറ്റിൽ എങ്ങനെയാ യുവാവെത്തി? അവർ തമ്മിലുള്ള ബന്ധമെന്ത്? ഇരുവരുടെയും മരണത്തിന് പിന്നിലെ കാരണമെന്ത്? പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണിപ്പോൾ. മധുരയിലെ വൃന്ദാവനിലെ പാനിഘട്ട് പ്രദേശത്താണ് ഒരു യുവാവിന്റെയും യുവതിയുടെയും മൃതദേഹങ്ങൾ അടച്ചിട്ട മുറിയിൽ കണ്ടെത്തിയത്. സുഭാഷ്, രാധിക എന്നിവരെയാണ് ഒരേ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്ഥലത്തെത്തി പരിശോധന നടത്തിയ പോലീസ് വ്യക്തമാക്കുന്നത് ഇതൊരു ആത്മഹത്യയാണെന്നാണ്. എന്നാൽ അവിടെ ഉയർന്നു വരുന്നത് നിരവധി സംശയങ്ങളാണ്. മരണപ്പെട്ട ഇരുവരും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇവർ മരണപ്പെടാനുള്ള കാരണം എന്താണ്? അതിലേറെ പോലീസിനെ കുഴപ്പിക്കുന്നത് മറ്റൊരു കാര്യമാണ്. യുവാവും യുവതിയും തമ്മിൽ കുറച്ചു നാളായി പ്രണയത്തിലായിരുന്നു. അതേസമയം തന്നെ ജെയ്റ്റ് പോലീസ് സ്റ്റേഷനിൽ രാധിക സുഭാഷിനെതിരെ ഒരു കേസും ഫയൽ ചെയ്തിരുന്നു. ഇതാണ് പോലീസിന്റെ അന്വേഷണത്തിൽ കൂടുതൽ കുഴപ്പിക്കുന്നത്. ഇരുവരുടെയും മരണം കൊലപാതകമല്ല, ആത്മഹത്യയെന്ന് പോലീസ് പറയുമ്പോഴും എന്തുകൊണ്ട്, എന്തിന് എന്ന സംശയം പോലീസിനെ സംശയത്തിലാക്കുകയാണ്. सूचना मिली थी, दुर्गापुर पानीघाट पड़ता थाना वृंदावन क्षेत्र है ये।
ये एक कमरे में एक लड़के ने सुसाइड किया है। सूचना पर यहाँ पर पुलिस आई थी, फोरेंसिक की टीम को यहाँ पर बुलाया गया और इसके द्वारा फिर यहाँ पर ये ताला मतलब तोड़ करके और देखा गया तो एक लड़का वहाँ पे ऊपर लटका हुआ था और एक लड़की जो उसकी डेड बॉडी बेड पे पड़ी हुई थी। तो प्रथम दृष्टया भी ये देखा जा रहा है कि सुसाइड का मामला है, लेकिन सही जानकारी के लिए इसका पोस्टमार्टम के लिए डेड बॉडी को भेजा जा रहा है। क्या इनमें संबंध थे आपस में किस तरह से? अब इस संबंध में विवेचना का विषय है कि ये क्या संबंध थे नहीं थे, इस संबंध में विवेचना की जाएगी। इसकी जो भी अगर आगे कोई बात आएगी तो आपको बताया जाएगा। लड़का कहाँ का रहने वाला है? लड़का ये छाता क्षेत्र का रहने वाला है, लड़की यही की रहने वाली है लक्ष्मीनगर क्षेत्र की और यहाँ पर ये किराए पे रहती थी। हाँ, ये सुनने में आया अभी जैत में एक मुकदमा इसके द्वारा पंजीकृत कराया गया है और उस संबंध में भी कार्रवाई की गई थी। പോലീസ് പറയുന്നത് ഇതാണ്. പോലീസ് എത്തുമ്പോൾ സുഭാഷിന്റെ മൃതദേഹം തൂങ്ങി മരിച്ച നിലയിലും യുവതിയുടെ മൃതദേഹം നിലത്ത് കിടക്കുന്ന നിലയിലുമായിരുന്നു. ഫോറൻസിക് സംഘം അടക്കമുള്ളവർ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. പ്രണയബന്ധം, വ്യക്തിപരമായ സംഘർഷം, മറ്റ് സാധ്യതകൾ എന്നിവ ഉൾപ്പെടെ എല്ലാ വശങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. മരണത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തുന്നതിനായി 2 മൃതദേഹങ്ങളും പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ യഥാർത്ഥ കാരണം വ്യക്തമാകൂ. ഇരുവരും തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്ന് പറയുമ്പോഴും പിന്നെ എന്തിന് പോലീസിൽ പരാതി നൽകി? ഇവർക്കിടയിൽ സാമ്പത്തികമായി എന്തെങ്കിലും തർക്കമുണ്ടായിരുന്നോ? അതോ ഒരാളെ കൊന്ന ശേഷം മറ്റൊരാൾ ആത്മഹത്യ ചെയ്തതാകുമോ എന്നതൊക്കെ ഒരു സംശയമായി ഇപ്പോൾ ബാക്കിയാവുകയാണ്. അതിനുമൊക്കെ അപ്പുറം ഉത്തർപ്രദേശിൽ നിന്നാണ് മറ്റൊരു ദുഃഖകരമായ വാർത്ത വരുന്നത്. വിവാഹ ദിവസം തന്നെ വരൻ മരണപ്പെട്ടിരിക്കുന്നു. ബൈക്കിലെത്തിയ അജ്ഞാത സംഘം വരനെ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. എന്താകും ആ കൊലപാതകത്തിന് പിന്നിലെ കാരണമെന്ന് നമുക്ക് നോക്കാം. ഉത്തർപ്രദേശിലെ ജൗൻപൂരിൽ വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ബൈക്കിലെത്തിയ ആക്രമികൾ വരനെ വെടിവെച്ച് കൊന്നത്. ഖേദസാരായി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ബിബിപൂർ ഗ്രാമത്തിന് സമീപം രാത്രി 7 മണിയോടെയാണ് സംഭവം നടക്കുന്നത്. ആസാദ് ബിന്ദ് എന്ന 27-കാരനായിരുന്നു വരൻ. യാത്രാമധ്യേ ബൈക്കിലെത്തിയ ഒരു സംഘം അക്രമികൾ ആസാദ് സഞ്ചരിച്ച വാഹനം തടഞ്ഞു നിർത്തി അയാൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. വാഹനം തടഞ്ഞു നിർത്തിയ ആക്രമികൾ ആസാദിനു നേരെ ഒന്നിലധികം തവണ വെടിയുതിർത്തുവെന്നാണ് വരന്റെ സഹോദരനും മറ്റൊരു ദൃക്സാക്ഷിയും മാധ്യമങ്ങൾക്ക് നൽകിയ വിശദീകരണം. बड़ौर से जाकर बड़ौर से निकली थी, बीबीपुर जा रही थी। बीबीपुर जमधा जा रही थी। हाँ, तो ये कितने बार घटना घटी है जो गोली चली है? 1 से 2 घंटे हुए हैं। अच्छा, तो कैसे गोली चली है आप बताओ जरा, कब ये घटना हुई, कैसे हुई? आप लोग जा रहे थे, कब कोई पीछा किया, कैसे गोली मारी, आप पूरा घटना बताओ। हम आराम से जा रहे थे, मेरा भाई शायद मोबाइल में व्यस्त था और हम भी वही सब कर रहे थे। तो वो एक बैग वो सब आए, अपाची से आए थे 2 लोग, मुंह बांधे थे, चश्मा लगाए थे, नंबर प्लेट पे नंबर वो रुमाल बांधे थे जी। उसके बाद यहाँ पर गोली मारे, सामने से गोली मारे और सीधा निकल गए वो सब। तो 2 लोग सवार थे, दोनों गोली चला रहे थे, एक गोली चला रहा था? एक गाड़ी चला रहा था। अच्छा। और एक गोली मारा। कितनी फायर किए थे? 3 फायर। 3 फायर किए थे। तो अभी जो चोट लगी है, कितनी चोट लगी, ज्यादा चोट लगी है? कहाँ गोली लगी बताना अभी चाहिए। हमने जो देखा है उसमें यहीं पर गोली लगते हुए देखा है। हाँ। और बाकी सब तो हम नहीं देखे। सर घटना ये, हम लोग अपने गांव से बारात जा रहे थे। कहाँ? बड़ौर से। कहाँ जा रहे थे? ये जा रहे थे बीबीपुर के लिए। तो रास्ते में सर हम लोग गुरेनी क्रॉस किए, उसके बाद बादशाही है, बादशाही चौराहा, गाड़ी वहीं पहुंची थी। उसके बाद साइड से गोली की आवाज आई। जब गोली लगी है तो हम लोग सीट 2 बच्चे बैठे तो उसको लेकर लेट गए और पहचानने में नहीं आया। आप गाड़ी में थे? हाँ। तो गोली लगी है उन्हीं को लगा है सर। नहीं लगाया जी। ड्राइवर क्या स्थिति है? ड्राइवर सर उसमें तो गाड़ी चला के हॉस्पिटल ले गए हैं, अब उनके बारे में सर बता नहीं सकते। अभी तुरंत कैसी थी सर एक्सपायर कर गया। സംഭവത്തിൽ സഹോദരനും ദൃക്സാക്ഷിയും നൽകിയ വിശദീകരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. ആസാദിന് നേരെ വെടിയുതിർത്ത സംഘം അപ്പോൾ തന്നെ സ്ഥലത്തു നിന്ന് രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. പരിക്കേറ്റ വരനെ കുടുംബാംഗങ്ങളും ഘോഷയാത്രയിലുണ്ടായിരുന്ന മറ്റുള്ളവരും ചേർന്ന് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.
എന്നാൽ പ്രതികളിൽ ഒരാൾ വധുവിന്റെ ബന്ധുവാണെന്നാണ് പോലീസിന്റെ വിശദീകരണം. വധുവിന്റെ ഒരു ബന്ധുവിന് വിവാഹത്തിൽ താല്പര്യമില്ലായിരുന്നു. പ്രദീപ് ബിന്ദ് എന്നാണ് അയാളുടെ പേര്. വിവാഹത്തിൽ എതിർപ്പുണ്ടായിരുന്ന ഇയാൾ സഹായ് രവി യാദവിനൊപ്പം മോട്ടോർ സൈക്കിളിലെത്തി വരന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രകാരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് സംഘങ്ങളും രൂപീകരിച്ചിട്ടുണ്ട്. കൂടാതെ പ്രതികൾക്കായുള്ള തെരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കൊലപാതകത്തിന്റെ ഉദ്ദേശം കൂടുതൽ അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് പറഞ്ഞു. കൊലപാതകത്തിൽ പ്രതിക്ക് ഒന്നിൽ കൂടുതൽ ആളുകളുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പ്രതി വിവാഹം എതിർക്കാനുണ്ടായ കാരണമെന്തെന്നും ഇവർ തമ്മിൽ മുൻപരിചയമുള്ള ആളുകളാണോ എന്നതടക്കം അന്വേഷണ പരിധിയിലുണ്ട്. ലണ്ടനിൽ നിന്നാണ് മറ്റൊരു വാർത്ത പുറത്തു വരുന്നത്. അവിടെ ഒരു ജൂത യുവാവിനെതിരെ ആക്രമണം അഴിച്ചുവിട്ട സംഭവത്തിൽ ഒരു 45-കാരനെതിരെ കൊലപാതക ശ്രമത്തിന് കേസെടുത്തിരിക്കുകയാണ്. ബ്രിട്ടനിലെ ജൂത സമൂഹത്തിൽ ഭയവും രോഷവും ഉണർത്തിയ ഒരു സംഭവം കൂടിയായിരുന്നു ഇത്. ലണ്ടനിലെ ഗോൾഡേഴ്സ് ഗ്രീനിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട് എസ്ആ സുലൈമാൻ എന്ന 45-കാരനെതിരെയാണ് കൊലപാതക ശ്രമത്തിന് കേസെടുത്തിരിക്കുന്നത്. ഇയാൾക്കെതിരെ നേരത്തെ തന്നെ 2 കൊലപാതക കുറ്റങ്ങളും ചുമത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് നഗരത്തിൽ നടന്ന ഈ സംഭവത്തിന് പിന്നിൽ എസ്ആ സുലൈമാൻ തന്നെയാണെന്ന വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. ആക്രമണത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. ബ്രിട്ടനിലെ ജൂത സമൂഹത്തിന്റെ പ്രഭവ കേന്ദ്രമായ വടക്കൻ ലണ്ടനിൽ നടന്ന ആക്രമണത്തിന് പിന്നാലെ തന്നെ ഇത്തരം ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ തീരുമാനിച്ചിരുന്നു. അന്ന് ആ ആക്രമണത്തിൽ 34ഉം 76ഉം വയസ്സുള്ള ആളുകൾക്ക് സാരമായി പരുക്കുകളേറ്റിരുന്നു. അതിന് പിന്നാലെയാണ് ഗോൾഡേഴ്സ് ഗ്രീനിൽ ഇത്തരമൊരു സംഭവം കൂടി ഉണ്ടാകുന്നത്. സൊമാലിയയിൽ ജനിച്ച ബ്രിട്ടീഷ് പൗരനാണ് എസ്ആ സുലൈമാൻ. കൂടാതെ തീവ്രവാദത്തെ തടയുന്നതിനായി സർക്കാർ ആരംഭിച്ച പ്രിവെന്റ് പ്രോഗ്രാമിലേക്ക് 2020 പോലീസ് റഫർ ചെയ്ത പേരുകൂടിയാണ് എസ്ആ സുലൈമാന്റേത്. അതേ വർഷം അവസാനം സുലൈമാന്റെ ഫയൽ ക്ലോസ് ചെയ്തതായും പോലീസ് സേന വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഇയാളെ അന്ന് ഈ ലിസ്റ്റിലേക്ക് റഫർ ചെയ്തതിന് കാരണമെന്തെന്ന് ഇപ്പോഴും പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല. ചരിത്രം പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.